അയ്യോ ചത്ത് 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 ഞാൻ ചത്തേ. കുരുത്തം കെട്ട ചെക്ക അതേ കറണ്ട് അടിച്ച് ചാവണ്. എൻജോയ്. ടാറ്റാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് നമ്മൾ സി ഡി റൂമിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഈ സി ഡി തിരിച്ചു കൊണ്ടുപോയിട്ട് ആ റൂമിൽ ഫിറ്റ് ചെയ്യാം. ഈ സ്ഥലം കുറച്ച് ട്രിക്കിയാണ്. നമ്മൾ വന്നത് ഒരു ചെറിയ ഹോളിൽ നിന്നായിരുന്നു. താഴെ ഹോളിലുള്ളത് നമ്മളിവിടെ എത്തിയിട്ടാ. അവിടെ തന്നെ നേരെ തന്നെ മ്യൂസിക് പ്ലെയർ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിൽ വെച്ച് നോക്കാം, എന്താ ഇപ്പം മാറ്റം ഉണ്ടാവണേ നോക്കാമല്ലോ. അപ്പം നമ്മളിത് മാറ്റുക. നമ്മുടെ കുട്ടാപ്പൂ താക്കോലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. താക്കോലെടുത്തിട്ട് നമുക്ക് നമ്മുടെ മൊയിലുകുട്ടനെ രക്ഷിക്കാൻ വേണ്ടി പോവാം. സംഗതി ആളെത്തിയിട്ടുണ്ട്. മേടിച്ചെടുത്ത് അവിടെ കിടന്ന് കരയുന്നീ. മൊയിലും കുട്ട നീ എവിടെയാ? ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് വരികയാണല്ലോ. മൊയിലും കുട്ട അവിടെ തന്നെ ഉണ്ടാ? ഫിറ്റ് ചെയ്ത് നോക്കാം. സംഭവം തുറന്നു. എവിടെ? മൊയിലിനെ കാണാനില്ലല്ലോ. ഇനി അവൻ ആ സമയത്ത് എവിടെ പോയി? ഇത്ര കഷ്ടപ്പെട്ട് താക്കോലും കൊണ്ടുവന്നിട്ട് ചെക്കൻ പോയാ? നേരെ ഒരു ലിഫ്റ്റ് കാണണ്ടല്ലോ. ആ ലിഫ്റ്റിൽ എന്തായാലും ഞെക്കി നോക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിൽ എങ്ങാനും കയറി ഇരിക്കണ്ട. ലിഫ്റ്റ് വർക്ക് ആവണില്ലല്ലോ. ഇനി അതിൻ്റെ വല്ല പവർ സ്വിച്ച് ഒക്കെ എവിടെയാ? പോയി തപ്പട്ടെ ഇനി എന്തായാലും. അവിടെ ഒരു മുട്ടത്തല കാണുന്നുണ്ടല്ലോ. ഇത് കുഞ്ഞു ചിക്കനാണ് നമ്മുടെ. അവൻ എന്താ ചെയ്യണേ? അവിടെ എന്തെങ്കിലും ഒപ്പിക്കുണ്ടാവില്ലോ. അവൻ്റെ കയ്യിലിരിക്കണ്ടല്ലോ മൊയിലും കുട്ടൻ. അവനെ പിടിച്ച് അവിടെ അപ്പുറത്തിരിക്കാലോ ഒളിച്ച്. എടാ ചെക്ക, എന്താടാ ഇങ്ങനെ നോക്കണേ? എനിക്ക് വല്ല അറ്റാക്കും വരുത്തുണ്ട്. ഈ ഒടുക്കത്തെ ചാട്ടം കണ്ടിട്ട്. ചെക്കൻ ഡോറ് ലോക്കാക്കി. ഇനി വേറെ വല്ല വഴിയും തപ്പേണ്ടി വരും. അടുത്ത നേരെ തന്നെ ഒരു വഴിയുണ്ടല്ലോ. അതെന്താ വാതിലിന് മാത്രം ഒരു പ്രത്യേകത? എന്തോ സൈനൊക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് പവർ ഹൗസ് എന്ന് തോന്നുന്നുണ്ട്. കറണ്ടിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കാം. ചിലപ്പോൾ ഇവിടെ നമുക്ക് ലെവറ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അവിടെ ലിഫ്റ്റ് കേടായിട്ടിരിക്കല്ലേ. ഇവിടെ വല്ല സ്വിച്ചൊക്കെ ഓൺ ആക്കി ചിലപ്പോൾ ശരിയാവായിരിക്കും. എന്നിട്ട് എവിടെ ഉള്ള ഇതിൽ ഫ്യൂസ് റീപ്ലേസ് ചെയ്യാനാ പറഞ്ഞേക്കണേ. ഇനി ഫ്യൂസ് ഏത് ഭാഗത്ത്? അയ്യോ, വെറുതെ ആവശ്യമില്ലാത്തൊന്ന് കുത്തണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം ഉണ്ടായേ റീപ്ലേസ് ഫ്യൂസ് തന്നെ എഴുതി കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി ഫ്യൂസിനെ വെക്കാം. ഇതിൽ ഫ്യൂസ് ഉണ്ടാവും. അതിൽ ഫ്യൂസ് കാണാനില്ല. ഇനി ഫ്യൂസ് എവിടെ നിന്ന് കൊണ്ടുവരിക? പിങ്ക് ഫ്യൂസ് കാണാനില്ലല്ലോ. ദാണ്ട് ഇവിടെ വേറൊരു ഫ്യൂസ് ബോക്സും കൂടി ഉണ്ടല്ലോ. ഇതിലും കാണാനില്ല കേട്ടോ. സംഭവം നീല കളറിൻ്റെ ഫ്യൂസാണ്. അപ്പോൾ ഒരു നീലയും പിങ്കും ഫ്യൂസ് വേണം. ഇത് എവിടെ നിന്ന് കിട്ടാൻ? നമുക്കൊന്ന് പോയി ഇവിടെ ഒന്ന് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാം കേട്ടോ. ഒന്ന് നമ്മൾ വന്ന വഴി, പിന്നെ ഇവിടെ ഒരു റൂമുണ്ടല്ലോ. റൂമിൽ തന്നെ ഉണ്ടാവാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് ഇവിടെ എന്തോ ഒരു കോള മെഷീൻ അല്ലെ ഏസിൻ്റെ എന്തോ മെഷീൻ ഉണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്യൂസ് എടുക്കണ്ടല്ലോ. പിങ്ക് ഫ്യൂസ് കയ്യിൽ കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇപ്പോൾ പൈസ ഇട്ടിട്ട് എടുക്കുക? പൈസ അവിടെ നിന്ന് കിട്ടുക? നമുക്ക് ഈ കബോട്ടിലൊക്കെ നോക്കാം. വല്ലയിടത്തും ചില്ലറ കിടക്കണ്ടാവോ എന്തോ. ഞാൻ ആദ്യത്തെ കബോട്ടിലുണ്ട് ചോളത് കാലിയാണല്ലോ. ഒരു കുരിശുണ്ട്. ഇത് നമ്മുടെ കുട്ടാപ്പൂവിൻ്റെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കുരിശ്. രണ്ടാമത്തേലും വലിയ ചില്ലറ പൈസ ഒന്നും കാണില്ലല്ലോ. ലേസിൻ്റെ പാക്കറ്റ് എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ അടുത്ത നോക്കാം. മെക്ഡൊണാൾഡിൻ്റെ കബോട്ടാണല്ലോ അത്. അതിൽ നല്ല പൈസ ഉണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം. ചില്ലറ പൈസ ഇതിലിടുക. എന്നിട്ട് ഇതിൽ ഏത് കോഡ് അടിക്കണ്ടേ? C2 എന്ന് അടിച്ച് നോക്കാം. അപ്പം നമ്മുടെ പിങ്ക് ഫ്യൂസ് തെറിച്ച് വീണുണ്ട്. ഇത് നമുക്ക് എടുത്ത് കൊണ്ടുപോകാം. നീല എവിടെയാണോ കിട്ടുക? അതിൻ്റെ ഉള്ളിൽ നീലയൊന്നും കാണാനില്ല. പിങ്ക് കിട്ടിയ എന്തായാലും. അപ്പം നമുക്കിത് വേഗം കൊണ്ടുപോയിട്ട് പിങ്ക് ഫ്യൂസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ഫ്യൂസ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഭഗവാനെ മിനിച്ചേക്കണേ. സൗണ്ടൊക്കെ വന്നു തുടങ്ങി. സെറ്റായി സംഭവം സെറ്റായി. ഇനി നമുക്ക് നീല പോയിട്ട് കണ്ടുപിടിക്കാട്ടാ. നീലൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കാണല്ലോ. ഇത് സിമ്പിളായല്ലോ. ഇനി ഇതും കൂടി വെച്ചിട്ട് നമ്മൾ ഫ്യൂസ് അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാം. സംഭവം ഇതും സെറ്റ്. കുരുത്തം കെട്ട ചെക്ക അതേ കറണ്ട് അടിച്ച് ചാവണ്. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഓരോ കുരുത്തക്കേട് കാണിക്കും ചെയ്യും. എന്നിട്ട് അത് തന്നെ അറ്റാക്ക് വന്ന് ചാവും. പക്ഷെ ഇത് ചാവില്ലല്ലോ. ഇത് അതേ ആത്മാവല്ലേ. പ്രേത കുട്ടിച്ചാത്തനായി. എന്താടേ ഇതേ പിന്നെ ഇരിക്കണവൻ ഒരു കൂസലില്ലാണ്ടിരിക്കണുണ്ട്. ഇന്നൊക്കെ എന്താടാ ചെയ്യുക?
ഇവൻ ഇവിടെ ഇരിക്കണ സ്ഥിതിക്ക് ഇവൻ എനിക്ക് ഈ ഫ്യൂസ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി സമ്മതിക്കുന്നു തോന്നുന്നില്ല. എവിടെയെങ്കിലും ഇട്ട് പൂട്ടണം. ആ ബോട്ടിലിട്ട് പൂട്ടിയാലോ ചെക്കനെ. പുറത്തേക്കേ വരണ്ട. ശമ്പളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിച്ച് പുറത്തു പോവാൻ നോക്കാം. എന്തായാലും പൈസ കൊടുത്ത് നമുക്ക് ആദ്യത്തെ പിങ്ക് ഫ്യൂസ് റെഡിയാക്കട്ടെ. ചെക്ക അത് പൊട്ടിച്ചോന്നില്ലേ. ഞാൻ എവിടെയാ ചെക്കൻ ദേ വിളിച്ച് നിൽക്കണ്. അവിടെ കിടക്ക്. കാല് പോയി ചെക്കൻ്റെ. കുഴപ്പമില്ല. ആദ്യം ഫ്യൂസ് കൊണ്ടുപോയി ശരിയാക്കിയിട്ട് പിന്നെ അതിനെ എടുക്കാം. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകുമ്പോൾ അതാ ഫ്യൂസ് കിട്ടി. ഇനി വേഗം ആ വാതിൽ തുറന്ന് വരണേക്കാൾ മുമ്പ് കൊണ്ടുപോയി സെറ്റാക്കട്ടെ. പിങ്കി പിങ്കി പോങ്കി ഡോങ്കി പിങ്കി ഫ്യൂസ് സെറ്റാവോ. ശേ, ഇത് വെക്കണേക്കാൾ മുമ്പ് എവിടേക്കാ അടയ്ക്കണേ? സെറ്റായേ. ഇനി ഇത് അടയ്ക്കാ. ഇതെങ്ങനെ കേടായേ? ഇവിടെ എന്തപ്പം നടന്നേ? കുറുത്തം കെട്ട ആടാ കുറുത്തം കെട്ടവനെ, നീ പിന്നെയും ചാടി വന്നത്. ഞാൻ നിന്നെ കബോർഡിലിട്ട് പൂട്ടിയതല്ലേ. ചിരിക്കണ നോക്കാന്നിട്ട് അവൻ. പിന്നെ നീ വേറെ എവിടെയാ കൊണ്ടുപോയിട്ടാ? പുറത്താക്കിയാലോ? എന്നിട്ട് പുറത്താക്കാൻ പറ്റുമോ? വേറെ ഷെൽഫൊന്നും കാണാനില്ലല്ലോ. അങ്ങനെ ഫിനോയിലിട്ട് മുക്കിയാലോ? തലയുടെ അകത്തെ ചെളിയൊക്കെ അങ്ങോട്ട് പോട്ടെ. പെരട്ട ചക്ക അവിടെ കിടക്കട്ടെ. അവനവിടെ കിടക്കട്ടെ. ആദ്യം ഞാൻ പോയിട്ട് ഇവനെ പൂട്ടാൻ പറ്റിയ വല്ല സ്ഥലം ഉണ്ടോന്ന് തപ്പട്ടെ. ഇപ്പം ഇവിടെ ഇവിടെ തളങ്ങണൊക്കെ ഉണ്ടല്ലോ. എന്തൊരു ലോക്കിൻ്റെ പാസ്വേഡ് അറിയണമെങ്കിൽ ചെക്കനെ ഇതിൻ്റെ ഉള്ളിലിട്ട് പൂട്ടാം. പാസ്വേഡ് എങ്ങനെയാ തപ്പി പിടിക്കുക? വല്ല ക്ലൂ ഉണ്ടോ? വല്ല പേപ്പറിൽ? നേരത്തെ കബോട്ടിലൊക്കെ എന്തോ കണ്ട പോലെ എന്തൊക്കെ ചിഹ്നങ്ങളുണ്ടായിരുന്നല്ലോ. ആ കബോട്ടിൽ തന്നെ ആദ്യം പോയി നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിലുണ്ടോ ക്ലൂ? ഒരു പിങ്ക് പേപ്പറിൽ 17. ലാസ്റ്റ് 2 നമ്പർ 17. അപ്പോൾ ഫസ്റ്റത്തെ നമ്പറോ? ഞാൻ ക്ലൂ എവിടെ തപ്പും നോക്കാട്ടാ. അവിടെ വല്ല പോസ്റ്ററോ ഫോട്ടോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അതെ, ബ്ലാക്ക് ബോർഡിൽ ഇത്ര വലുതാക്കി എഴുതി വെച്ചിരിക്കുന്നു 43. സംഭവം വേഗം ഈസി ആയിട്ട് കിട്ടിയല്ലോ. വിചാരിച്ചതിനേക്കാൾ എളുപ്പമായി. അപ്പോൾ 43യും 17 പാസ്വേഡ്. അപ്പോൾ ആദ്യത്തെ 4 3 1 7 പൂട്ട് തുറന്നുണ്ട്. പക്ഷെ ചെക്കനെ ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ പിന്നെയും പൂട്ടിടുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ പിന്നെയും വരില്ലേ. ചെക്കൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് പോവാൻ സമയമായടേ. പിന്നെ ഞാനൊരു വലിയ യാത്ര അയക്കാൻ പോവാം. എൻജോയ് യുവർ റൈഡ് ബേബി, എൻജോയ്. ടാറ്റാ. ആദ്യത്തെ ഹോളിൽ വീണുണ്ട്. ഇനി വേഗം ഇത് ക്ലോസ് ആക്കിയിട്ട് നമുക്ക് ഫ്യൂസ് സെറ്റാക്കാൻ പോവാം. പറന്ന് വരാമോ ഇനി താഴെ ഇട്ടിട്ട് ആള്. നമ്മുടെ പിങ്ക് ഫ്യൂസാണ് പോയിക്കണത്. അപ്പോൾ വേഗം പോയിട്ട് കാശ് ഇട്ടിട്ട് നമുക്ക് ഫ്യൂസ് എടുത്തോണ്ട് വരാട്ടാ. അപ്പം നമ്മൾ ഫ്യൂസ് ഇപ്പോൾ വെക്കാൻ പോവാ. അയ്യോ, അത്യാവശ്യ സമയത്തേക്ക് സ്ട്രെസ് അടിച്ച് സാധനം കുഴപ്പിക്കാണ്ട് വയ്ക്കാൻ പറ്റിയാൽ മതി. സെറ്റ് പയ്യൻ വന്നില്ല. സാധനം സെറ്റ് വർക്കായി. എവിടെ തിളങ്ങണ്ടല്ലോ. സാധനം മുകളിലേക്ക് താഴ്ത്തിക്കാൻ. ഓക്കേ, താഴേക്ക് വലിക്കുന്നു. ലിഫ്റ്റ് ശരിയായെന്നാണ് ഇതിൽ കാണിക്കണേ. നമുക്ക് വേഗം ഓടി ലിഫ്റ്റിൽ കയറാട്ടാ. പോവാ നമുക്ക് പോവാ. ലിഫ്റ്റിൽ കയറി പോവാലോ. എനിക്കിഷ്ടല്ല ഈ കള്ളക്കളി. എനിക്കിഷ്ടല്ല. എന്താണ് ഞാൻ അവിടെ രക്ഷപ്പെട്ടു പോന്നിട്ട് എന്തുട്ടായി പുഴുക്കളൊക്കെ വെച്ച്. പുഴുക്കൾ അറ്റാക്ക് ചെയ്യണമെന്നില്ലല്ലോ. കുഴപ്പമില്ലാതെ പോവാന്ന്. ചെക്കെന്ന് ഇരിക്കണ നോ എസ്കേപ്പ്, ഡോണ്ട് ലീവ്. പക്ഷെ ലിഫ്റ്റ് ശരിയായില്ലേ. നമുക്ക് പോവാം. ചെക്കൻ എന്തെങ്കിലുമൊക്കെ എഴുതട്ടെ. വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാലോ. ഇതെന്താ ഈ സൗണ്ടും ബഹളം കേട്ടിട്ട് ആരും പുറത്തേക്ക് വരാത്ത? ഇവിടെ ആരും ഒന്നും ഇല്ലേ? ലിഫ്റ്റിൻ്റെ അവിടെ മൊയിൽ കൂട്ടുന്ന സെക്യൂരിറ്റി ആക്കി വെച്ചിട്ടുണ്ട് കുന്തം. ലിഫ്റ്റ് വർക്കാവണില്ലേ? വരുന്നു. ഇവന്തെങ്ങനെ നടന്നു വരുന്നേ? എന്താണ് മമ്മാല? പെട്ടെന്ന് ജീവൻ ഇവിടെ വന്ന പിന്നെ ലോക്ക്. മൊയില് കയറി അപ്പം ലോക്ക് വീഴല്ലോ. അപ്പം ഞാൻ മരിച്ചില്ലേ? കൊന്നില്ലേ അവര്? താക്കോല് ഇവിടെ തന്നെ. എത്ര എളുപ്പാ. ലോക്ക് തുറന്നു. ഇനി എന്തിട്ടാ?
ഈ സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും വീണ്ടും വരികയാണോ? ഓ, ഇവിടുത്തെ എന്താ ഇത്ര അധികം താക്കോല? അതിൽ നിന്ന് ഞാനിപ്പോൾ എന്ത് തപ്പി കണ്ടുപിടിക്കാനാ? ഇത്ര അധികം കളറും ചിഹ്നവും. ഇതിൻ്റെ ഒക്കെ ചിഹ്നം വെച്ച് മാച്ച് ആവണായിരുന്നു. ട്രയാങ്കിൾ എവിടെയാ? ട്രയാങ്കിൾ താക്കോല് കാണാനില്ല. മഞ്ഞ ട്രയാങ്കിൾ എവിടെയാ? മഞ്ഞ ട്രയാങ്കിൾ. ഓ, കിട്ടി. പക്ഷെ പച്ചല്ല, മഞ്ഞ ട്രയാങ്കിൾ. പിന്നെ എൻ്റെ കഥ കഴിഞ്ഞ. എനിക്കിഷ്ടല്ല ഈ കളി.